ഇവൻ്റെ ബോയ്ഫ്രണ്ട് വെള്ളത്തിൽ വീണു എന്ന് കരുതിയിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി ഇവൻ ഈ കുളത്തിലെടുത്ത് ചാടുകയാണ്. പക്ഷെ അവന് നീന്താനൊന്നും അറിയില്ലായിരുന്നു. അത് കാരണം അവൻ വെള്ളത്തിൽ തന്നെ മുങ്ങിപ്പോകുന്നുണ്ട്. ആ സമയത്ത് വെള്ളത്തിൽ ചാടി അവൻ്റെ ബോയ്ഫ്രണ്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ഈ നടന്ന കാര്യം പറയുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ തിരിച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ അവൻ ബോധം കെട്ട് കിടക്കുകയാണ്. ഉടനെ തന്നെ അവനെ പുറത്തെത്തിക്കുന്നുണ്ട്. അതിനുശേഷം അവന് CPR ഒക്കെ കൊടുക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അവന് ഒട്ടും തന്നെ ബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ CPR ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് വരികയും അവന് ശ്വാസമൊക്കെ തിരിച്ച് കിട്ടി അവൻ്റെ ബ്രീത്തിങ് ഒക്കെ നോർമൽ ആവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഫ്രണ്ട്സ് തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട്. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതെല്ലാം സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ സമയത്ത് ഈ CPR നൽകുന്ന സമയത്ത് അവൻ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിസ് വഴിയാണ് CPR കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അവനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊരു ഓക്വേർഡ് ഫീൽ ഇവർക്കിടയിലുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു അപകടം ഒഴിഞ്ഞുപോയതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. ഈ ഒരു അപകടം നടന്നതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് അപ്സെറ്റൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ആ മൂമെൻറ്റുകളൊക്കെ മറന്നിട്ട് അവർ വീണ്ടും പഴയ രീതിയിലോട്ട് അവരെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാക്സിമം ഇവർ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിഞ്ഞു മാറി പോകാനൊക്കെ ശ്രമിക്കുമായിരുന്നു ഇവർ രണ്ടുപേരും. ഇതൊരു നല്ല ഡ്രാമയാണ്. യൂട്യൂബിൽ ഈ ഡ്രാമയുടെ സീൻസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഡ്രാമയുടെ നെയിമും ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ട് ഈ ഡ്രാമയെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലും എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.